ഇപ്പോൾ 37 ഇയേഴ്സായി റിലീസായിട്ട്. പക്ഷേ ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഇപ്പോഴും അതിലെ ദേവിയെ പറ്റിയാണ് എപ്പോഴും എന്നോട് ആൾക്കാർ പറയാറ്. അതെനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ അപ്രീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ്. എന്നെ 2-3 ദിവസം മുമ്പ് സിബി സാർ വിളിച്ചപ്പോൾ ഞാൻ ഉറപ്പായിട്ടും വരാമെന്ന് പറഞ്ഞു. കാരണം എനിക്കൊരു കടം വീട്ടാനുണ്ട്. ഞാൻ ഇത്രയും വർഷമായിട്ട് ആരോടും ഞാനൊരു നന്ദി ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്നെ വിശ്വസിച്ച് ഈ ഒരു ക്യാരക്ടർ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് സിബി സാറിനോട്, ഉണ്ണിച്ചേട്ടൻ, ദിനേശ് പണിക്കർ, വിജയകുമാർ സാർ, എല്ലാവരോടും, കുമാർ സാർ, എല്ലാവരുടെയും പേര് പറയണമെന്നുണ്ട്. ഏറ്റവും കൂടുതൽ ലാലേട്ടൻ്റെ അടുത്ത് ഏറ്റവും നല്ലൊരു സപ്പോർട്ടിങ് കോസ്റ്റാറായിട്ട് നിന്നതിന് എനിക്കറിയില്ല ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്നുള്ളത്. വളരെ സന്തോഷമുണ്ട്. തിരിച്ചും ഈ ഒരു എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാം. എന്തായാലും നമ്മളെ വിട്ട് പിരിഞ്ഞു പോയവരെ ഓർക്കാൻ അവർ പരലോകത്തിരുന്ന് ഒരു പക്ഷേ ഈ സംഭവങ്ങൾ കാണുന്നുണ്ടായിരിക്കും, സന്തോഷിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നമുക്കൊരു 30 സെക്കൻഡ്സ് എണീറ്റ് നിന്ന് ഒരു മൗനം. ഓക്കെ. 37 വർഷങ്ങൾക്ക് മുമ്പാണ് കിരീടം ഇറങ്ങുന്നത്. അന്ന് ഉണ്ടായിരുന്നവരിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജീവിച്ചിരിക്കുന്നത് ശ്രീ മോഹൻലാലും പാർവതിയും ഞാനും ജഗദീഷും ഉഷയുമാണ്. ബാക്കി എല്ലാവരും നമ്മളിവിടെ പോയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ ആ പടത്തിൻ്റെ കാര്യങ്ങളിൽ, സെറ്റിലെ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു. അപ്പം സിബി മലയിൽ നിന്നുള്ള ഡയറക്ടർ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി എങ്ങനെയുള്ള ഒരാളായിരിക്കും? വളരെ സീരിയസ് ആയിരിക്കുമോ, അതോ ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ നടക്കുന്നത്? ചിലർക്ക് സെറ്റ് ഇടുമല്ലോ വിനയം, അങ്ങനത്തെ ഒരാളാണോ അതോ ദേഷ്യക്കാരനാണോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങും ചിത്രാഞ്ജലി നടക്കുമ്പോൾ, അല്ല നെടുമുടി വേണു ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മലയാളത്തിലെ ആദ്യത്തെ ഒരു സീരിയലുണ്ടായിരുന്നു, കൈരളി വിലാസം ലോഡ്ജ്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് അവിടെ ഒരു കുരങ്ങനെ കൊണ്ട് കിട്ടിയിരുന്നു. അപ്പോൾ ആ സെറ്റിൽ എന്തോ ആവശ്യത്തിന് നെടുമുടി വേണു ഡയറക്റ്റ് ചെയ്യുന്നതായിട്ട് അരവിന്ദൻ വരുന്നുണ്ട്, ഡയറക്റ്റ് അരവിന്ദൻ. അപ്പോൾ അദ്ദേഹം വളരെ സോഫ്റ്റ്, അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല. അത് ഞാൻ വിചാരിച്ചു സെറ്റായിരിക്കും, ജീനിയസ്, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അദ്ദേഹം അവിടെ സെറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ കെട്ടിയിരുന്ന കുരങ്ങ് ചാടി അദ്ദേഹത്തിൻ്റെ തോളിലിരുന്നിട്ട് താടിയിൽ മുടിയിലൊക്കെ ഒഴിച്ചു വെച്ചു. ആരായാലും അയ്യോ അമ്മ അപ്പോൾ അത് പിടിച്ച് മാറ്റണമെന്ന് പറയും. അപ്പോഴും അരവിന്ദൻ ആരാ ഇതിൻ്റെ ആൾ, ഇത് ഒന്ന് മാറ്റിക്കൂടെ, ആരാ ഇത് എന്ന് പറയും. അപ്പോഴത്തേക്കും അതേ അവിടെ കൊണ്ട് കെട്ടിയ ചെട്ടിയായിരുന്ന ഒരാൾ കുരങ്ങനെ പിടിച്ച് മാറ്റി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തിനാ ഇതിനെ വളർത്തുന്നത്? അപ്പോൾ ചെട്ടിയാരെ പറഞ്ഞു അണ്ണാ ഒരു കൗതുകം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സിബിയാണ് അറിയാനുള്ളത്. അപ്പോൾ ഈ കിരീടത്തെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ബാലാജി സാറിൻ്റെ ബർത്ത്ഡേ ആണ് അന്ന്. അപ്പോൾ ചെന്നൈയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ശ്രീ മോഹൻലാലിലൂടെ ഞാനും പോയി, എന്നെയും വിളിച്ചിരുന്നത്. അപ്പോൾ ഈവനിങ് ഫ്ലൈറ്റിന് പോകുന്നു. അവിടുത്തെ അന്നത്തെ ഡിന്നർ അറ്റൻഡ് ചെയ്ത് മോർണിംഗ് ഫ്ലൈറ്റിന് വരണം. പിറ്റേന്ന് സീനെ കൊള്ളാണ്. അങ്ങനെ ഞാൻ അവിടെ വൈകുന്നേരത്തെ ഫ്ലൈറ്റ് ഞങ്ങൾ പോയി അവിടേക്ക് അറ്റൻഡ് ചെയ്തു. പിറ്റേന്ന് എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കും എല്ലാവരുടെ ടിക്കറ്റും ഓക്കെ, എൻ്റെ ടിക്കറ്റും ഓക്കെ ഇല്ല. ഞാനും മോഹൻലാലിട്ടൊക്കെ കോമ്പിനേഷൻ സീനുള്ളതാണ്. ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പം മോഹൻലാലിൻ്റെ അച്ഛനുണ്ട് ഫ്ലൈറ്റിൽ, വിശ്വനാഥ് സാറുണ്ട്. അപ്പം ലാൽ ഇന്ന് റിക്വസ്റ്റ് ചെയ്തു അച്ഛൻ്റെ ടിക്കറ്റ് രാജു യാത്ര ചെയ്തോട്ടെ. അതേ പറഞ്ഞു ഓക്കെ ഷൂട്ടിംഗ് നടക്കട്ടെ. പക്ഷേ അവിടെ എയർപോർട്ടിൽ അവർ സമ്മതിച്ചില്ല. വെയിറ്റിംഗ് ലിസ്റ്റ് സ്ഥിരം 10 പോകുന്നതാണ്. അന്ന് എൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് 1 ഞാൻ പോയില്ല. അങ്ങനെ ഇവരെല്ലാം പോയി. ഞാൻ ചെന്നൈയിൽ അന്നത്തെ മദ്രാസിൽ അവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം ഫ്ലൈറ്റിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഷൂട്ടിങ്ങിന് ഞാനില്ലാത്ത സീൻ എന്ത് വന്ന ഉടനെ എന്നെ സിബി കൊല വിളിക്കും, ഇതാണെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ പേടിച്ച് സെറ്റിൽ ചെന്നു. മാർക്കറ്റാണ് സെറ്റിടുന്ന സമയം. സെറ്റിൽ ചെല്ലുമ്പം അന്ന് ഷൺമോഹണ്ണനാണെന്ന് എൻ്റെ പ്രൊഡക്ഷൻ്റെ ചീഫ് മാനേജർ. വളരെ ടെററാണ് പുള്ളി, എല്ലാവരും ഫയർ ചെയ്യും ഒക്കെ ചെയ്യുന്ന ഒരു ടെററായിരുന്നു പുള്ളി. അപ്പോൾ പുള്ളി എന്ത് പറയുന്നുള്ള സംഭവം, പുള്ളി വന്ന ഉടനെ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. നന്നായി, ഒരു ദിവസം ഷൂട്ടിങ് നിർത്തിയല്ലോ, ഇവിടെ മാർക്കറ്റ് ഇത്രയും ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോയെന്നൊക്കെ പറഞ്ഞു. ഞാൻ അടുത്തത് സിബിയുടെ കൂടെയാണ്. ഇനി അത് അദ്ദേഹത്തിൻ്റെ വായി നമ്മുടെ കാലത്ത് ഞാൻ അത് കരുതുന്നില്ല, സോറി. പുള്ളി സ്ഥിരം കാണാൻ സ്വാഗതം, അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. രാജുവിൻ്റെ ക്ലോസപ്പ് എടുത്തത് കുഴപ്പമൊന്നുമില്ല, അല്ല നന്നായിരുന്നില്ല ഫംഗ്ഷൻ.
അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സിബി ഒറിജിനലി അങ്ങനെയാണ്. അരവിന്ദൻ്റെ കാര്യം പറഞ്ഞു, അല്ലാതെ ഒരു സെറ്റല്ല, ഒരു പ്രിട്ടൻഷൻ ഇത് അഭിനയിക്കുന്ന രീതിയൊന്നുമല്ല. അത് അവിടെ നടന്നൊരു സംഭവം 37 വർഷം കൊണ്ട് ഞാൻ ആലോചിച്ചു. ഇപ്പം ഞാൻ എന്നെ കണ്ടപ്പം എനിക്ക് ഇപ്പോൾ ഈ നിൽക്കുന്ന ആക്ഷനിൽ ഞാൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, മോഹൻലാലിൻ്റെ എക്സ്പ്രഷനും ജഗദീഷ് നല്ലൊരു അടി കണ്ടിട്ട് എത്ര കാലമായി എന്ന് പറയുന്ന ഒരു ഷോർട്ടാണ് എനിക്ക് മനസ്സിലായി. എന്തായാലും കിരീടം ഒരു വലിയ ട്രെൻഡ് സെക്ടറായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നും ആൾക്കാരുടെ നെഞ്ചിൽ നോവായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് സേതു. അതൊരു സേതു മാധവൻ നമുക്ക് മറക്കാൻ പറ്റില്ല. ഇതിൻ്റെ 2ാം ഭാഗം ആയിട്ട് പേര് വേണം, ചെങ്കോൽ വന്നപ്പോൾ നജീബും ജഗദീഷും ഞാൻ കൂട്ടുകാരൻ ഞങ്ങൾ രണ്ടുപേരും അതിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പടം ഇപ്പോൾ നല്ല രീതിയിൽ അന്ന് കണ്ട മാതിരിയല്ല, നമ്മൾ പുതിയൊരു എന്താ പറയുക, ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഇപ്പോഴത്തെ പടം. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ഇതിനകത്ത് കണ്ട കളർ ഷിൽസ് എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ അന്നത്തെ ഷിൽസ് ഒന്നുമില്ല. അന്നത്തെ ഇങ്ങനെ കുറച്ച് ഷിൽസേ ഉള്ളൂ. പക്ഷെ നിങ്ങളിവിടെ കണ്ട ക്ലാരിറ്റി ഷിൽസ് എല്ലാം ഇവിടെ ബോണി അദ്ദേഹമാണ് ഇതിനെല്ലാം കറക്റ്റ് ചെയ്തേണ്ടത്. ഇപ്പോഴത്തെ അന്ന് ഡിജിറ്റൽ ക്യാമറയും ഇല്ല, സ്റ്റില്ലെടുക്കാൻ പോലും. അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ടുണ്ട്. അതുപോലെ എൻ്റെ പിക്ചർ ക്വാളിറ്റി. ഇപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സീൻസ് ബോണി എന്നെ വിളിച്ച് കാണിച്ചു. ബോണിയായിട്ട് എങ്ങനെ പരിചയം പറഞ്ഞാൽ എൻ്റെ ചോട്ടാ മുമ്പ് റിലീസ് ചെയ്തപ്പോഴും നല്ല ക്വാളിറ്റി ആയിരുന്നു പടം, നല്ല സൂപ്പർ ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ റിലീസിന് ഈ പടവും നല്ല അഴകായിട്ട് വന്നിട്ടുണ്ട് പടം നന്നായിട്ട്. അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമായിരുന്നു. എന്തായാലും ഇവിടെ ഇന്ന് ഇത് റിലീസ് ചെയ്യാൻ തോന്നിയവരുടെ മനസ്സിന് കാര്യം നല്ല ചിത്രങ്ങൾ അങ്ങനെ വരണം. ഈ അന്നത്തെ ജനറേഷൻകാരെല്ലാം ടി വിയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴത്തെ ജനറേഷൻകാർ അവരെല്ലാം ഈ പടം തിയേറ്ററിൽ കണ്ട് അവർ മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച എല്ലാവർക്കും, ഉണ്ണി എൻ്റെ കൂടെ പഠിച്ചാണ്, ജഗദീഷ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ്. ജഗദീഷിന് എപ്പോഴും എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകുന്ന കാര്യമുണ്ട്, അത് ഞാൻ പറയട്ടെ. ജഗദീഷ് പറയുന്നുണ്ട് രാജു ഭാഗ്യവാനാണ്, എൻ്റെ കൂടെയും പഠിച്ചു, എൻ്റെ അനിയൻ്റെയും പഠിച്ചു. 6ാം ക്ലാസ്സിലൊന്ന് തോറ്റുപോയി, ഹിന്ദിക്ക് ഞാൻ വീക്കായിരുന്നു. പക്ഷേ ജഗദീഷ് ഇനി അത് പറയരുത്, ഞാൻ നാണം കിട്ടും പോകുന്നിടത്തൊക്കെ പ്ലീസ്. അപ്പോൾ ജഗദീഷ് എൻ്റെ അടുത്ത് പറയും അതൊക്കെ നിങ്ങൾ രാജു ഞാൻ ചെയ്യാം, പക്ഷേ രാജു വെളിയിൽ നടന്നിട്ട് നമ്മൾ ഒരേ പ്രായമാണെന്നുള്ളവരും പറയരുത്, അത് ഞാൻ പറയില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല ചിത്രം വീണ്ടും കാണാൻ ഒരു അവസരം ലഭിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. സോ എപ്പോഴും കേൾക്കാൻ രസമുള്ള ചില സ്പീച്ചസിലൊന്നാണ് രാജു സാറിൻ്റെത്. ഒരുപാട് പഴയ കഥകൾ ഉണ്ടാകും, ഒരുപാട് നുറുങ്ങ് ചിരി മുഹൂർത്തങ്ങൾ ഉണ്ടാകും വ്യക്തി. അപ്പോൾ വെരി ഓൺ ജഗദീഷ് ഏട്ടൻ, ലെറ്റ് മീ വെൽക്കം യു ഓൺ ടു ദിസ് സ്റ്റേജ് വിത്ത് അറ്റ്മോസ്റ്റ് ലവ് ആൻഡ് റെസ്പെക്ട്. എല്ലാവർക്കും നമസ്കാരം. കിരീടവുമായി എനിക്ക് ആത്മബന്ധമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. കിരീടം എന്ന ചിത്രത്തിനാണ് ലൊക്കേഷൻസ് എല്ലാം തന്നെ ലാൻഡ്മാർക്കായി മാറിയത്. കിരീടം പാലം, കിരീടം പലവ്യഞ്ജനക്കട, കിരീടം ജംഗ്ഷൻ, കിരീടം എൻ്റെ വീട് കുറേ കാലം അറിയപ്പെട്ടിരുന്നത് കിരീടം ഷൂട്ട് ചെയ്ത വീടിൻ്റെ ഓപ്പോസിറ്റ് വന്നാൽ മതി ജഗദീഷിൻ്റെ വീട് മനസ്സിലാവുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ലാൻഡ്മാർക്ക് കിരീടം ഉണ്ണി, കിരീടം ആ സിനിമയുടെ പേരിൽ തന്നെ കിരീടം ഉണ്ണി. ഉണ്ണി ദിനേശും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഉണ്ണി എൻ്റെ കൂടെ പഠിച്ചാണ്. ദിനേശ് അന്ന് വീഡിയോ കാസറ്റ് ലൈബ്രറി നടത്തിയിരുന്ന ചാനൽ 12 എന്ന് പറയുന്ന ലൈബ്രറി നടത്തിയിരുന്ന ദിനേശ്. അങ്ങനെ ഒരുപാട് പടങ്ങൾ ദിനേശിൻ്റെ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ എടുത്ത് കണ്ടിട്ടുള്ളത്. പിന്നെ അടുത്ത സംഭവം എന്ന് പറയുന്നത് സെബി എൻ്റെ ആദ്യ കഥ ശ്രീനിവാസൻ തിരക്കഥയാക്കുമ്പോൾ അതിന് സംവിധായകനായി വന്നത് സിബി മലയിലാണ്. ഓടർ ദമ്മ വാളറിയാം എന്ന എൻ്റെ ആദ്യ അല്ലെങ്കിൽ 2ാമത്തെ ചിത്രത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ രീതിയിലെല്ലാം തന്നെ ആത്മബന്ധമുണ്ട്. സെവനാർട്സ് വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തന്നെ പ്രിയദർശൻ പരിചയപ്പെടുത്തി തന്ന വലിയ പ്രൊഡ്യൂസർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറാണ്. കലാഹൃദയമുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ, എന്താ പറയുക, എ ട്രൂ ജെന്റിൽമാൻ. എല്ലാ അർത്ഥത്തിലും വളരെ സ്വീറ്റായിട്ടുള്ള ബിഹേവിയർ. ഏത് ടെൻഷനും എന്ത് ടെൻഷൻ വന്നാലും അതൊന്നും മുഖത്ത് പ്രകടിപ്പിക്കാതെ ലെറ്റ്സ് സീ ജയ് വിൽ ദേഖേഗാ കോയി ബാത് നഹീ. വിദേശമായിരുന്നുകൊണ്ട് ഹിന്ദിയൊക്കെ ഒരുപാട് സംസാരിക്കും. ഹാജി എല്ലാത്തിനും ആരംഭിച്ച്. പിന്നെ മോഹൻലാലിൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ കൂടെ പഠിച്ചാണ് പ്യാരിലാൽ. അന്ന് തൊട്ട് ആ കുട്ടിക്കാലം മുതൽ തന്നെ മോഹൻലാലിനെ എനിക്ക് അടുത്ത് പരിചയമുണ്ട്. പ്രിയദർശനെ അറിയാം, MG ശ്രീകുമാറിനെ അറിയാം. അങ്ങനെ തിരുവനന്തപുരത്ത് തൈക്കാട് പ്രദേശത്തുള്ള എല്ലാവരും അറിയാം. രസകരമായിട്ടുള്ള സംഭവങ്ങൾ മണിയമ്പിള്ള രാജു പറഞ്ഞു. കിരീടവുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഉള്ള ഒരു കടയിലാണ് നൈറ്റിൽ ലാല് സേതുമാധവൻ ഉറങ്ങിക്കിടക്കുന്നത്. തിലകൻ ചേട്ടൻ വന്ന് ടോർച്ച് അടിച്ച് നോക്കുന്നത്.
അതേപോലുള്ള ആ സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ പോലെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. ക്യാമറാമാൻ കുമാറിൻ്റെ അതിവിദഗ്ധമായ ക്യാമറ വർക്ക്, ക്യാമറ ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാലിൻ്റെയും തിലകൻ ചേട്ടൻ്റെയും മുഖത്ത് മിന്നി മറയുന്ന വികാരങ്ങൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അത്ഭുതത്തോടെ, ആവേശത്തോടെ ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. ആ മാർക്കറ്റ് ഫൈറ്റ് എന്നൊക്കെ പറയുന്ന ആ സമയത്തുള്ള ഗ്ലിസറിൻ ഇടാതെ തിലകൻ ചേട്ടനും മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്നത് കണ്ട് കോരിത്തെരിച്ചിട്ടുണ്ട്. സിനിമയെ എങ്ങനെ സമീപിക്കണം എന്ന് മോഹൻലാലിൽ നിന്നും ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞ ചില നിമിഷങ്ങളാണ് കിരീടത്തിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായത്. അതൊരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം എത്ര പെട്ടെന്നാണ് ആ മുഖത്ത് വികാരങ്ങൾ മിന്നി മറയുന്നത്. നമ്മുടെ കൂടെ അഭിനയിക്കുമ്പോൾ, സുരേഷിൻ്റെ കൂടെയും മജീദിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ജോവിയിലായിട്ട് അഭിനയിക്കുന്ന സേതുമാധവൻ, സൈക്കിൾ പിടിച്ച് എന്നെ താഴെ തള്ളിയിടുന്ന സേതുമാധവൻ, സിറ്റുവേഷൻ അനുസരിച്ച് ആ മുഖത്ത് മാറുന്ന ഓരോ വികാരങ്ങളും, സേതുമാധവൻ്റെ മുഖത്ത് മിന്നി മറയുന്ന ഓരോ വികാരവും, ആദ്യത്തെ സീനിൽ സബ് ഇൻസ്പെക്ടറായിട്ട് വരുന്ന ആ അച്ഛൻ്റെ സ്വപ്നം, ആ സ്വപ്നം തകരുന്ന ആ സീനൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ ഇമോഷണലായിട്ട്, ഇന്ന് കണ്ടായിരുന്നാലും ആർക്കും വളരെ ഇമോഷണലായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ലോഹിതദാസ് എന്ന ആ വലിയ എഴുത്തുകാരൻ്റെ മനസ്സിൽ ഒരു സാധാരണക്കാരൻ സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന സേതുമാധവൻ നാളെ മകൻ സബ് ഇൻസ്പെക്ടർ ആവും, പോലീസ് ഫോഴ്സിൽ എന്നെക്കാളും ഉയർന്ന ഉദ്യോഗസ്ഥനായി മാറുന്ന സ്വപ്നം കാണുന്ന അച്യുതൻ നായരുടെ ആ സ്വപ്നം തകർന്നടിയുന്നത് കാണുമ്പോൾ ഏത് പ്രേക്ഷകൻ്റെയും മനസ്സറിയും ഒരു നൊമ്പരമായി തന്നെ ഉണ്ടാവും. അത് ഒരു സാധാരണക്കാരൻ്റെ ആക്ഷൻ ചിത്രമാണ്. അത് ട്രൂ ടു ലൈഫ് ആക്ഷൻ പിക്ചറാണ്. അതിലെ ഓരോ രംഗവും എവിടെയും നടക്കാവുന്ന കാര്യങ്ങളാണ്. അതൊരു കലാസൃഷ്ടി എന്ന നിലയിൽ മാത്രം അല്പം എക്സാജറേഷൻ ഉണ്ടായിരിക്കാം. ബാക്കി എല്ലാം ട്രൂ ടു ലൈഫ് ഫിലിമാണ് കിരീടം. ഇനി രസകരമായ അനുഭവത്തിലേക്ക് വരാം. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ നൈറ്റ് സീക്വൻസ്, ലാല് ആ കട വരാന്തിയിൽ കിടന്നുറങ്ങുമ്പോൾ തിലകൻ ചേട്ടൻ ടോർച്ചടിച്ച് നോക്കുന്ന ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് എൻ്റെ വീട്ടിലായിരുന്നു ഇവരെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു നിധിയായിട്ടൊരു കാര്യം കൊണ്ടുവന്നു. പറങ്കിയണ്ടിയിൽ വാറ്റിയ ഒരു പ്രത്യേക തരം ചാരായം. എൻ്റെ മദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു ലേഡിയാണ്, വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ആരും മദർ ഇൻ ലോ അറിയാതെ നിങ്ങൾ മാനേജ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അതൊന്നും അറിയില്ല, കുഴപ്പമില്ല, ഫ്രണ്ടിലൊരു സൈഡ് റൂമുണ്ട്. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ പ്രഷ്യസ് ആയിട്ട് കൊണ്ടുവന്നാണ്, പ്രസ്റ്റീജ് ഡ്രിങ്കുമാണ്. അതിങ്ങനെ കൊണ്ടുവന്ന് ശ്രീ സെവൻ ആർട്സ് വിജയകുമാർ, വെരി ടാൾ ഹാൻസം പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അല്പ കോൺഫിഡൻസ് കൂടിയെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒന്ന് കൈ വീശി ഇട്ടിട്ട് അത് വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇട്ട് പൊട്ടിച്ചിട്ട് അത് എങ്ങനെയാണെന്നറിയില്ല, സെക്കൻഡുകൾക്കുള്ളിൽ അതൊക്കെ റിമൂവ് ചെയ്തു. പക്ഷേ എൻ്റെ മദറിൻ്റെ അകത്ത് നിന്ന് വന്നിട്ട്, കെമിസ്ട്രി അധ്യാപിക കൂടിയാണ്, ഇവിടെ സ്പിരിറ്റ് മണക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞില്ല, സ്പിരിറ്റൊന്നും ഇല്ല, തോന്നിയായിരിക്കും. അല്ലല്ല, സ്പിരിറ്റിൻ്റെ സ്മെല്ല് എനിക്കറിയാം, ലാബിൻ്റെ സ്മെല്ല് എനിക്ക് അറിഞ്ഞൂടെ, സ്പിരിറ്റിൻ്റെ സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും മദ്യമാണെന്നുള്ളത് അങ്ങനെ ഇമാജിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ആ സീനിൽ റിയലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ പലരും കരഞ്ഞുപോയി. കാരണം ഇത്രയും നല്ലൊരു ഡ്രിങ്ക് മിസ്സായതിൽ അവർക്കെല്ലാവർക്കും അന്ന് ഗ്ലിസറിൻ ഇടാതെ നമ്മുടെ കൂടെ ഉള്ളവർ കരയുന്നത് ഞാൻ കണ്ടു. ഇതൊക്കെയാണ് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം വർഷങ്ങൾക്ക് ശേഷം, പാർവതി, താങ്ക് യു സോ മച്ച്. പാർവതിയുടെ നേരിട്ട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് പാർവതിയുടെയും ഉണ്ടാകും. ദേവി എന്ന് പറയുന്നത് ആ മുറപ്പെണ്ണിൻ്റെ വിചാരങ്ങൾ നമുക്കൊക്കെ സിമ്പതി തോന്നും. ആ കല്യാണം യാത്ര ഇങ്ങനെ പോകുമ്പോൾ മാറി നിന്ന് നോക്കുന്ന സേതുമാധവൻ, അത് ഏത് കാമുകൻ്റെയും ആ മനസ്സിലെ വ്യഥയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കിരീടം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഏറ്റവും അധികം അഭിമാനത്തിൻ്റെ ഒരു പ്രതീകമാണ്. അതോടൊപ്പം നൊമ്പരത്തിൻ്റെയും കൂടെ ഒരു പ്രതീകമാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഇല്ല, അതിൽ നമുക്ക് വളരെയധികം വേദനയുണ്ട്. പക്ഷേ അവരുടെ എല്ലാം തന്നെ പെർഫോമൻസുകൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. ക്രിസ്റ്റേട്ടൻ്റെ ആയിക്കോട്ടെ, ശങ്കരാടി സാറിൻ്റെ ആയിക്കോട്ടെ, കൊച്ചിൻ അനീഫ്കയുടെ ആയിക്കോട്ടെ, അങ്ങനെ മാമുക്കയുടെ ആയിക്കോട്ടെ, എൻ്റെ അച്ഛനായി അഭിനയിച്ച ഒടുവിൽ ആശാൻ്റെ ആയിക്കോട്ടെ, അതെല്ലാം തന്നെ നമുക്ക് ഒരിക്കലും ശ്രീനാഥിൻ്റെ ആയിക്കോട്ടെ, ഇങ്ങനെ ഓരോരുത്തരുടെയും അവിസ്മരണീയമായ മുരളിയുടെ അഭിനയം
എനിങ്ങനെ പേരെടുത്ത് പറഞ്ഞാൽ അതിലെ ക്യാരക്ടേഴ്സാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഹൈദ്രോസിൻ്റെ ആ നടന്നു വരുന്ന ആ മസിൽ കാണിച്ചിട്ട് ഇങ്ങോട്ടുണ്ട് വരുന്ന കീരക്കാട തപ്പ് എന്ന് പറയുന്ന ആ സംഭവത്തിൽ ജിമ്മൊക്കെ ആയിട്ട് വരുന്ന ഹനീഫ് കയുടെ ആ ഷൂട്ടിംഗ് സമയത്തുണ്ടായ ഇവരുടെ എല്ലാം തിക്കുറി സാറിൻ്റെയൊക്കെ ആ നല്ല നല്ല നിമിഷങ്ങൾ, ഷൂട്ടിംഗ് സമയത്തുള്ള ആ നിമിഷങ്ങളൊന്നും തന്നെ നമുക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ മനസ്സിൽ, പ്രേക്ഷകരുടെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ച കിരീടം ഇന്ന് മലയാള സിനിമയുടെ കിരീടമായി ഇന്നും നിലകൊള്ളുന്നു എന്നുണ്ടെങ്കിൽ, ഒരു ക്ലാസിക്കായി നിലകൊള്ളുന്നു എങ്കിൽ അതിൻ്റെ ശില്പികൾ അഭിനന്ദനം അർഹിക്കുന്നു. മലയാള സിനിമ അവരോട് കടപ്പെട്ടിരിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സർ. സോ യെസ്, കിരീടം നമുക്കൊക്കെ സമ്മാനിച്ചത് മനസ്സിൽ ഒരുപാട് ഓഫ് ചെയ്ത് തന്നാണ്. ഗുഡ് ഈവനിങ്. മലയാളികൾ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്ത ഒരു സിനിമ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇപ്പോഴും അതിൻ്റെ സെലിബ്രേഷൻ നടക്കുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അതിന് പകരം വയ്ക്കാൻ പറ്റാതാകും. ചില അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിച്ച സിനിമയുടെ ഒരു അത്ഭുതമാണ് കിരീടം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടെ അഭിനയിച്ച ആൾക്കാരെ പറ്റി പറയുന്നില്ല, കാര്യം അവരാരും നമ്മളെ വിട്ടു പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം എല്ലാ ദിവസവും അവരെ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ അഭിനയിക്കുന്ന ആ ഫ്രെയിമിൽ അവരില്ല. അതിലാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്ന് സങ്കടത്തോടെ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെ മനസ്സിൽ ഓർക്കുന്നു എല്ലാവരെയും. ലൂഹിയുടെ ഒരുപാട് സിനിമകൾ പിന്നെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോഴാണ് പല കാര്യങ്ങളും ഞാൻ ഓർക്കുന്നത്. തൂവാനത്തുമ്പികളുടെ സെറ്റിൽ എന്നും ഞാനും പാർവതിയായിട്ടൊക്കെ അഭിനയിക്കുന്ന സിനിമയാണ്. അവിടെയാണ് വന്ന് ഇതിൻ്റെ കഥ പറയുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാകും എന്ന് പറയുന്നതൊക്കെ ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മറന്നുപോയി. എല്ലാവരുമായിട്ടും വളരെയധികം സ്നേഹബന്ധം അതിപ്പോഴും തുടരുന്നു. ഇങ്ങനൊരു സിനിമ നിർമ്മിക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ്. അപ്പോൾ ഇങ്ങനൊരു സിനിമ നിർമ്മിച്ചതിന് ഉണ്ണി, ദിനേശ്, ഇപ്പം ഞാൻ നിങ്ങളെ നന്ദി പറയുന്നു. വിജയകുമാർ, സിബി, അല്ലെങ്കിൽ കുമാർ, കൈതപ്പുറം സാർ, ശ്രീകുട്ടൻ, ഇതിൽ അഭിനയിച്ച എല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും ഞാൻ ഈ സമയം ഓർക്കുകയാണ്. ആൻഡ് ബിഗ് താങ്ക്സ് ടു NFDC. അതാണ് ഏറ്റവും വലിയ താങ്ക്സ് പറയേണ്ടത്. പലപ്പോഴും നമ്മുടെ സിനിമയുടെ ഒരു റെസ്റ്റോറേഷൻ ഒന്നും നമുക്കില്ല. ഒരുപാട് സിനിമകൾ, നമ്മുടെ സിനിമകൾ നഷ്ടപ്പെട്ടു പോയി, അതിൻ്റെ പ്രിൻ്റുകളൊന്നുമില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു നന്മ കൊണ്ട് മാത്രമായിരിക്കാം. എനിക്ക് തോന്നുന്നത് നാഷണൽ അവാർഡൊക്കെ കിട്ടിയത് കൊണ്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ആർക്കൈവ്സിലേക്ക് പോയതായിരിക്കാം. എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സിനിമയിൽ അടുത്ത വർഷം കഴിഞ്ഞാൽ 50 വർഷമായി. അപ്പോൾ ആദ്യത്തെ സിനിമ കഴിഞ്ഞ് പിന്നെ രണ്ടാമത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലേക്ക് അതിൻ്റെ അവസാന ദിവസമാണ് ഞാൻ പോകുന്നത്. പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അങ്ങനെ അവിടെ ചെന്ന് എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു. ഒരു സീൻ തന്നിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അന്ന് അതിലെ ഡയറക്ടർ ഫാസിലുണ്ട്, പിന്നെ ജിജോയുണ്ട്, സിബി മലയിലുണ്ട്, വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ആ സീനൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഈ സമയത്ത് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറയാണ്. അത് കഴിഞ്ഞ് 10ലാണ് മാർക്കിടുന്നത്. 10 അല്ലെങ്കിൽ 100ലാണ് മാർക്കിടുന്നത്. അങ്ങനെ ഓരോരുത്തർ മാർക്കിട്ടു. അന്ന് എനിക്ക് ഏറ്റവും നല്ല മാർക്ക് തന്ന് എന്നെ സഹായിച്ച ആളാണ് സിബി. 2 മാർക്ക്, 100ൽ 2 മാർക്ക് തന്നു. പക്ഷെ അദ്ദേഹം എനിക്ക് പിൽക്കാലത്ത് 2 നാഷണൽ അവാർഡ് തന്നു. എൻ്റെ ആദ്യത്തെ നാഷണൽ അവാർഡ് കിരീടത്തിനായിരുന്നു, അന്നത്തെ സ്റ്റേറ്റ് അവാർഡും. അതുപോലെ അടുത്തത് ഭരതം, അന്നും നാഷണൽ അവാർഡാണ്, അത് കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡാണ്. ഷിബി, താങ്ക് യു സോ മച്ച്. അതായത് നമ്മൾ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ സാധിച്ചു. പിന്നെ സിനിമയുടെ പല മാറ്റത്തിലൂടെയൊക്കെ ഓരോരുത്തർ സഞ്ചരിക്കുന്നു. അതിൻ്റേതായിട്ടുള്ള പിന്നെ മാറ്റങ്ങൾ സിനിമയിലുണ്ടാകുന്നു. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല.
അതിലെ ഗാനം ഇത്രയും മനസ്സിൽ കൊള്ളുന്ന ഒരു ഗാനം, പിന്നെ മലയാളത്തിൽ ഒരുപാട് ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് പറയുന്ന ആ ഗാനം എത്രയോ ആൾക്കാരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു ദിവസമെങ്കിലും ആ പാട്ട് കേൾക്കാതെ ആ ഒരു മലയാളി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ കൈതപ്രസാദ്, അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല, ആ അമ്മയുടെ ഇമോഷൻസ്, ശ്രീകുട്ടൻ, എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. ഒരുപാട് സന്തോഷം. കാര്യം 37 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സിനിമ വീണ്ടും റിലീസാകുക എന്ന് പറയുന്നതിൻ്റെ സന്തോഷമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സിനിമ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുകയും മനസ്സിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരു സിനിമ. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ആസ് ആൻ ആക്ടർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് കിരീടം. അത് പറയേണ്ട കാര്യമില്ല. ഒരുപാട് പേർക്ക് സേതുമാധവൻ എന്ന് പറയുന്ന ആളുടെ ദുഃഖം ഞാനിപ്പം ഈയിടെ വീണ്ടും വന്നപ്പോഴാണ് അതിൻ്റെ ട്രെയിലർ കണ്ടത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ആൻഡ് ഏറ്റവും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ജഗദീഷിനോട് പറയാം. ജഗദീഷ് ആരും പറയില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വേറെ എന്തോ കാര്യം പറയുന്നതിന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കുറച്ച് കൂടുതൽ പറയും. അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നത് അവിടെ വെച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോയപ്പോൾ ഇയാൾ തന്നെ പോയിട്ട് 2 ഗ്ലാസ് എടുത്തുകൊണ്ട് എന്നിട്ട് അവിടുത്തെ മേശപ്പുറത്ത് വെച്ചു. അമ്മയൊന്നും അറിയില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ അമ്മ ഇങ്ങനെ എന്തോ നടന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നു. താഴെ 2 ഗ്ലാസ് ഇവിടെ വെച്ചിരിക്കണേ, എന്നിട്ട് അതെടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഗ്ലിസറിൻ ഇടാതെ കരഞ്ഞു എന്നൊക്കെ പറയുന്നത് സത്യമാണ്. പക്ഷേ എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ആരോടും പറയാൻ പാടില്ല എന്ന് പറയുന്ന രഹസ്യങ്ങളുണ്ടെങ്കിൽ ജഗദീഷിനോടും പിന്നെ മണിയമ്പിള്ള രാജുവിനോടും. എന്തായാലും ആ സൗഹൃദം എന്നും നിൽക്കുന്നു. കിരീടം ഉണ്ണിയായാലും ഇതിപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ കിരീടം പാലം, ഒരു സിനിമയുടെ പേര് ഒരു ബ്രിഡ്ജിനൊക്കെ ഇടുക എന്ന് പറയുന്ന അത്രത്തോളം ആ സിനിമയുമായിട്ട് ആ സ്റ്റേറ്റ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കാര്യം ഇതൊരു ചുമ്മാ ഇടാൻ പറ്റില്ല, ഗവൺമെൻറ് അപ്രൂവലും കൂടെ വേണം. അതിലഭിനയിച്ച് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഓർക്കുന്നു. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരെ ഓർക്കുന്നു. ലോഹിതദാസിനെ പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർക്കുന്നു. ആൻഡ് താങ്ക് യു സർ വൺസ് അഗെയിൻ ഫോർ കൺസിഡറിങ് us ആൻഡ് പ്രിസർവിങ് ദിസ് റിസ്റ്റോറേഷൻ ഇസ് എ ബിഗ് പ്രോഗ്രാം. നമ്മളെ ഒരുപാട് വർക്ക്ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. സാറ് പറയായിരുന്നു, തീർച്ചയായിട്ടും നിങ്ങളുടെ ആരുടെങ്കിലും ഇത്തരം പോസ്റ്ററുകളോ പഴയ ഫോട്ടോസോ അങ്ങനെയുള്ള ഈ സിനിമകളുടെ ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ദി വിൽ റിസ്റ്റോർ ഇറ്റ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റൊക്കെ മാറി. ഇപ്പം പണ്ട് ഫിലിം ബോക്സുകളിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടും, പിന്നെ അത് കളഞ്ഞു പോകും. പക്ഷെ അതൊക്കെ മാറി. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ പുറകിൽ ബോണി അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. സോറി, ഓക്കെ. അല്ല, ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും വിജയകുമാറിൻ്റെ പേരിൽ ഞാൻ എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇത് നല്ല സംഭവിക്കട്ടെ. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട സിനിമയാണ്. പക്ഷെ അവർ കണ്ടത് വേറൊരു ഫോമാറ്റിലാണ്. അതൊരു പുതിയ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. സേതുമാധവൻ്റെ ദുഃഖത്തിലൂടെ ഒരിക്കൽ കൂടി സഞ്ചരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു പുതിയ അനുഭവമായിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച്. വിഷിംഗ് യു ഓൾ എ വണ്ടർഫുൾ ഈവനിംഗ്. താങ്ക് യു സോ മച്ച്.